Xylem ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തിനാണ്? അതേ നമ്മുടെ ലൈവ് ക്ലാസിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് നമ്മൾ ഷെയർ ചെയ്യാറ്. അപ്പൊ അതിന്റെ ലിങ്ക് എവിടെ ഉണ്ടാവും? നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതില് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. എല്ലാവരും ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ പരീക്ഷയും എത്തിപ്പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ടീച്ചറോട് ചോദിക്കാറുണ്ട്, ടീച്ചറെ കേരള പാഠാവലിയെ പറ്റി ഒന്ന് പറയോ, അത് എന്തൊക്കെ ചോദ്യങ്ങളാ വരാന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കേരള പാഠാവലിയിൽ നിങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള, A ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ടീച്ചർ ചോദ്യത്തിലേക്ക് പോകാം. ദാ പിടിച്ചോ, A ഗ്രേഡും 5 മാർക്കുമാണ്. അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് ഉണ്ടാവൂലേ? എല്ലാ ചോദ്യത്തിൽ നിന്നല്ല, അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് നോക്കാം. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് വിളംബരം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. എന്താണ് ചോദ്യം? വിളംബരം തയ്യാറാക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡും 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 കൊട്ടി വിളംബരം ചെയ്യുന്നത് അല്ലേ? അപ്പൊ വിളംബരം ചെയ്യുന്നത് ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഏത് പാഠത്തിലാണ്? ഹാമിലിനിലെ കുഴലൂത്തുകാരൻ എന്ന് പറയുന്ന പാഠത്തിലാണ് ഒരു വിളംബരം തയ്യാറാക്കാനായിട്ട് വന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: മഴയുടെ മഹാനഗരത്തിൽ നിന്ന് ഒരു കുഞ്ഞു തുള്ളി കടലു കാണാൻ ഇറങ്ങി. ഒറ്റയ്ക്കല്ല, ഒത്തിരി കുഞ്ഞന്മാരോടും കുഞ്ഞനിയത്തിമാരോടും ഒപ്പമായിരുന്നു ആ പോക്ക്. ആകാശത്തിലെ പള്ളിക്കൂടത്തിൽ നിന്ന് വേനലവധി അടിച്ചു പൊളിക്കാനായി ഒരു എക്സ്കർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വിനോദയാത്ര എന്നാണ്. അപ്പൊ കുഞ്ഞുതുള്ളിയും കുഴിയാനയും എന്ന് പറയുന്ന അരുൺ വി രവിയുടെ ആ ഒരു കഥയിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഹാമലിനിയിലെ കുഴലൂത്തുകാരൻ എന്ന പാഠഭാഗത്തിൽ മേയറുടെ ഒരു വിളംബരം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാഠത്തിലുണ്ട് അല്ലെ? അതിലെ ഒരു വിളംബരം നിങ്ങൾ കണ്ടിട്ടുണ്ട്. മുകളിൽ ചേർത്ത വരികൾ വായിച്ചില്ലേ? ആകാശത്തിലെ കുഞ്ഞു മഴത്തുള്ളികൾ ഭൂമി സന്ദർശിക്കാൻ വരികയാണ് അല്ലെ? ആകാശത്തിൽ നിന്ന് കുഞ്ഞു മഴത്തുള്ളി ഭൂമി സന്ദർശിക്കാൻ വരികയാണ്. മഴത്തുള്ളിയുടെ വരവിനെ വിളിച്ചു പറഞ്ഞ് മേഘങ്ങൾ ഒരു വിളംബരം തയ്യാറാക്കുക. മഴത്തുള്ളിയുടെ വരവിനെ വിളിച്ചു പറഞ്ഞ് മേഘങ്ങളാണ് ഇവിടെ വിളംബരം തയ്യാറാക്കുന്നത്. അതാണ് പ്രവർത്തനം A ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. പ്രവർത്തനം A അതാണ് തന്നിരിക്കുന്നത്. B പാർട്ടായിട്ട് മറ്റൊരു ചോദ്യമുണ്ട്. ഹാമലിൻ പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? നൈലാണോ, ആമസോൺ ആണോ, വെസർ ആണോ? നിങ്ങൾക്കറിയാം, അത് നൈലുമല്ല, ആമസോണുമല്ല, വെസർ ആണ് എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്കാണ്. ഇനി വിളംബരം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. അങ്ങനെ മൊത്തമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് 5 മാർക്കാണ് അല്ലെ? അപ്പൊ വിളംബരം എങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. ഢും ഢും ഢും, ഇത് കാണുന്നില്ലേ? പണ്ട് രാജാവൊക്കെ വിളംബരം ചെയ്യുന്ന സമയത്ത് ചെണ്ട കൊട്ടി അറിയിച്ചുകൊണ്ടായിരുന്നു വിളംബരം ചെയ്യുക. അപ്പൊ അതിന്റെ തുടക്കം നമുക്ക് അതുപോലെ ചെണ്ട കൊട്ട് പോലെ തന്നെ എഴുതാം. നോക്കൂ, ഢും ഢും ഢും, മഴയുടെ മഹാനഗരത്തിലെ മഴത്തുള്ളികളെ കാണാൻ നിങ്ങൾക്കും അവസരം. മഴയുടെ മഹാനഗരത്തിലെ മഴത്തുള്ളികളെ കാണാൻ നിങ്ങൾക്കും അവസരം. വീണ്ടും കൊടുക്കാൻ വേണമെങ്കിൽ ഒരു ഢും 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 ഢും. ആകാശവീഥികളിൽ നിന്ന് വേനലവധി അടിച്ചു പൊളിക്കാനായുള്ള ഉല്ലാസയാത്രയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ആകാശവീഥികളിൽ നിന്ന് വേനലവധി അടിച്ചു പൊളിക്കാനുള്ള ഉല്ലാസയാത്രയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നാളെ പുലർക്കാലത്തിൽ, അതായത് പുലർച്ചെ, പ്രഭാതത്തിൽ, രാവിലെ എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാം. പുലർക്കാലത്തിൽ എല്ലാവരും വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കേണ്ടതാണ്. നമ്മളോട് എല്ലാവരോടും വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കാൻ പറയുകയാണ്. നമുക്കൊരുമിച്ച് ഈ യാത്ര സന്തോഷപൂർണമാക്കാം. നമുക്കെല്ലാവർക്കും ഈ യാത്ര സന്തോഷപൂർണമാക്കാം. വീണ്ടും വേണമെങ്കിൽ ഢും 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 കൊടുക്കാട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെയാണ് ഒരു വിളംബരം തയ്യാറാക്കേണ്ടത്. എങ്ങനെയാണ്? ഇങ്ങനെ അല്ലെ? ഢും ഢും ഢും, മഴയുടെ മഹാനഗരത്തിലെ മഴത്തുള്ളികളെ കാണാൻ നിങ്ങൾക്കും അവസരം. ഢും 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 അറിയിക്കുകയാണ്. അതാണ് വിളംബരം അല്ലെ? മറ്റുള്ളവരെ അറിയിക്കുകയാണ്, ഒരു അറിയിപ്പാണ് വിളംബരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു ചോദ്യത്തിനുള്ള ഇത്രയും കാര്യങ്ങള് എഴുതിയാല് നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 മാർക്ക് കിട്ടാൻ പോവുകയാണ്. മറ്റൊരു ചോദ്യവുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും.
അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കുക. കേരള പാഠാവലി സെറ്റ് ആക്കാൻ നമുക്ക് പരീക്ഷയ്ക്ക് മുൻപ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.